ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ലീ ഐസക് chung ഡയറക്ട് ചെയ്ത് ഗ്ലെൻ പവലും കെർണൻ ഷിപ്ക എന്നിവർ മെയിൻ റോളിൽ വരുന്ന ട്വിസ്റ്റേഴ്സ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. സോ കഥയേക്കാൾ കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. എന്നാൽ പോലും ഈ ഫിലിമിന് ഒരു നല്ല കഥയും തിരക്കഥയും ഒക്കെ ഉണ്ട്. ഗ്ലെൻ പവലിൻ്റെ ക്യാരക്ടറായ ടൈലർ ഇവിടെ ടൊർണാഡോ റാംഗ്ലർ എന്ന ക്യാരക്ടറിലാണ് അറിയപ്പെടുന്നത്. അതേസമയം കെർണൻ ഷിപ്കയുടെ ക്യാരക്ടറായ ആഡി ഒരു മെറ്റീരിയോളജിസ്റ്റാണ്. ഈ കൊടുങ്കാറ്റിനെക്കുറിച്ച് പഠിക്കാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഒക്കെ ആഡി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടൈലർ അതിനെ ചേസ് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ യൂട്യൂബറാണ്. സോ രണ്ട് വ്യത്യസ്ത ഗോൾ ഉള്ളവർ പക്ഷേ ഈ ഒരു ടൊർണാഡോ കാരണം ഒരുമിച്ച് നിൽക്കുകയും സർവൈവ് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ശ്രമിക്കുന്നതാണ് കഥ. ഞാൻ മുൻപേ മെൻഷൻ ചെയ്ത പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണെന്ന്. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ആക്ഷൻ സീൻസോ ചെയ്സോ ഒന്നും സിനിമയിലില്ല. കഥ ഡിമാൻഡ് ചെയ്യുന്നിടത്തൊക്കെ മാത്രമേ അവർ ഈ ടൊർണാഡോ യൂസ് ചെയ്തിട്ടുള്ളൂ. VFX ഹെവി ആയിട്ട് വരുന്നൊരു സിനിമയാണിത്. പക്ഷേ ഒരിടത്തും അങ്ങനെ മോശമായിട്ട് ഫീൽ ചെയ്ത ഒരു സീക്വൻസോ ഷോട്ടോ ഇല്ലായിരുന്നു. ഈവൻ രാത്രിയുള്ള സീക്വൻസിൽ പോലും ആ ഒരു ലൈറ്റിങ്ങും VFX ഒക്കെ നല്ലതായിരുന്നു. ഗ്ലെൻ പവലിൻ്റെ ക്യാരക്ടർ ഇവിടെ ഉണ്ടെങ്കിലും പടത്തിൻ്റെ മെയിൻ ഫോക്കസ് കെർണൻ ഷിപ്കയുടെ ക്യാരക്ടറിനാണ്. ഒരു ട്രാജിക് ആയിട്ടുള്ള ഫ്ലാഷ് ബാക്കും പിന്നെ അത് ഫോക്കസ് ചെയ്ത ഒരു സ്റ്റോറി ആർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമോഷൻ സീൻസിൽ നന്നായിട്ട് പുള്ളിക്കാരി പെർഫോം ചെയ്തിട്ടുണ്ട്. ഗ്ലെൻ പവലിൻ്റെ കാര്യം പറഞ്ഞാൽ കോമഡിയാണ്. കാരണം ഫസ്റ്റ് ഹാഫിൽ മൊത്തം പുള്ളിക്കാരി ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ഫിലിമിൽ കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഈ ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ പെർഫോമൻസ് പുറത്തെടുക്കുന്നത്. ബൈ ദ വേ DC ഫാൻസിന്റെ ശ്രദ്ധയ്ക്ക് പടത്തിൽ ഡേവിഡ് കോർണർസ്വെറ്റ് കൊണ്ട് ഒരു ചെറിയ സപ്പോർട്ടിംഗ് വേഷത്തിൽ പുതിയ സൂപ്പർമാൻ ഇവിടെ ഒരു നെഗറ്റീവ് റോളിലാണ് പുള്ളിക്കാരൻ വരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ വെറുതെ വന്ന് നിന്നാലും ആ ഒരു സൂപ്പർമാൻ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. സോ പക്ക കാസ്റ്റിംഗ് തന്നെയാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പുതിയ ട്രാൻസ്ഫോമേഴ്സ് സിനിമയിൽ മെയിൻ റോളിൽ വന്ന ആന്റണി റെമോസിന്റെ ക്യാരക്ടറും ഇവിടെ നല്ല സ്ക്രീൻ ടൈം ഉണ്ട്. നല്ലൊരു റോള് തന്നെയായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ഈ ഡിസാസ്റ്റർ സീൻസ് അല്ലാതെ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്കും അതിൻ്റെ ഒരു ഇമോഷണൽ വെയിറ്റും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്പ്ലോട്ട് ചിലപ്പോൾ ചിലർക്ക് ബോറായി തോന്നാൻ ചാൻസ് ഉണ്ട്. അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ടൊർണാഡോനെ കുറിച്ച് പറയുന്ന ചില സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും പോയിന്റ്സും ഒക്കെ ഒരല്പം കൺഫ്യൂഷൻ നമുക്ക് ആദ്യം ഉണ്ടാക്കിയേക്കാം. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ നല്ല സിനിമ തന്നെയാണ് ട്വിസ്റ്റേഴ്സ്. ഈ ഫിലിമിൻ്റെ ഒരു വൈബ് എനിക്കൊരു ഏർലി 2000 ഒരു സിനിമയുടെയൊക്കെ ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഡിസാസ്റ്റർ മാത്രമല്ല ഫോക്കസ്, ക്യാരക്ടേഴ്സിൽ അതിനുള്ള ഇമ്പാക്റ്റും കൂടെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ല VFXും നല്ല പെർഫോമൻസിലൂടെയും കൂടുതൽ നന്നാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു തവണ എന്തായാലും തിയേറ്ററിൽ കാണാനുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ട്വിസ്റ്റേഴ്സ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.